നമ്മൾ ഇനി പോകുന്നത് ഫോക്കസ് നമ്പർ 3 വിസിമാരും ജ്ഞാനസഭയും. വിലക്ക് മറികടന്ന് RSS പരിപാടിയിൽ പങ്കെടുത്ത വിസിമാർക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ഈ വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങുകയും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരുകടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പുതിയ പ്രശ്നം കൂടി ഉടലെടുത്തിരിക്കുന്നത്. അത് RSS പരിപാടിയിൽ വിസിമാർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതിന്റെ പ്രവർത്തനം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുത്തിരുന്നു. അതിനുശേഷം ആ പ്രശ്നമൊന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വന്നു. പക്ഷേ ഒരു കാരണവശാലും വിസി അയയുന്നില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് ജ്ഞാനസഭയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ പ്രശ്നം ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. വൈസ് ചാൻസലർമാർക്കെതിരെ പരസ്യമായ നീക്കവുമായി മന്ത്രിമാരടക്കം ഇപ്പോൾ രംഗത്തെത്തിയതോടെ പോര് മറ്റൊരു തലത്തിലെത്തി നിൽക്കുകയാണ്. സർക്കാർ നേരിട്ട് നിയമിച്ച കുഫോസ് വിസി ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് സർക്കാരിനെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സർവകലാശാലകളിലെ വിസി നിയമനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് തുടരുമ്പോഴാണ് ഈ വിവാദം കൂടി വരുന്നതെന്ന് ഓർക്കണം. വിസിമാർ കൂട്ടത്തോടെ RSS പരിപാടിയിൽ പങ്കെടുത്തതാണ് സർക്കാരിന് ഇപ്പോൾ ക്ഷീണമായിരിക്കുന്നത്. കണ്ണൂർ, കേരള, കാലിക്കറ്റ് ആരോഗ്യ സർവകലാശാല വിസിമാർ ജ്ഞാനസഭയിൽ പങ്കെടുക്കുമെന്ന സൂചന സർക്കാരിനുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിലും സർക്കാർ ലിസ്റ്റിൽ നിന്നും കുഫോസ് വിസിയായ ഡോക്ടർ A ബിജുകുമാർ പരിപാടിയിൽ പങ്കെടുത്തത് ഇപ്പോൾ സർക്കാരിനെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതോടെയാണ് വിസിമാർക്കെതിരായ നിലപാട് സർക്കാർ കടുപ്പിക്കുന്നത്. അക്കാദമിക് സമൂഹത്തിന് മുന്നിൽ ഭാവിയിൽ വിസിമാർക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ ഇതിനോടുള്ള പ്രതികരണം. ജ്ഞാനോൽപാദനത്തിനും വിജ്ഞാന വളർച്ചയ്ക്കും നേതൃത്വം വഹിക്കേണ്ട വൈസ് ചാൻസലർമാർ സർവ്വമതസ്ഥരുൾപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളെ കാവ്യവൽക്കരിച്ചെന്ന് RSSന് ഇത് അഭിമാനമായിരിക്കും. പക്ഷേ കേരളത്തിന് ഇത് ലജ്ജാകരമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നുമാണ് R ബിന്ദു പറഞ്ഞത്. അപ്പോൾ വലിയ വിമർശനം ഈ രീതിയിൽ വിസിമാർക്കെതിരെ ഉയർത്താൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു. RSS അനുകൂല ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ ജ്ഞാനസഭയിലാണ് സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. കേരള സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, കാലിക്കറ്റ് സർവകലാശാല വിസി ഡോക്ടർ P രവീന്ദ്രൻ, കണ്ണൂർ സർവകലാശാല വിസി ഡോക്ടർ KK സജു, കുഫോസ് വിസി ഡോക്ടർ A ബിജുകുമാർ എന്നിവരാണ് RSS പരിപാടിയിൽ പങ്കെടുത്തത്. RSS മേധാവിയുടെ വിദ്യാഭ്യാസ സദസ്സിൽ പങ്കെടുത്തിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വിവാദമാകുമ്പോൾ കുഫോസ് വിസി A ബിജുകുമാർ നൽകുന്നത്. താൻ പങ്കെടുത്തത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന മറ്റൊരു സെമിനാറിലാണ് എന്നും വാർത്താക്കുറിപ്പിലൂടെ ബിജുകുമാർ അറിയിക്കുന്നു. വിസി എന്ന നിലയിൽ സെമിനാറിൽ തന്റെ നിലപാട് വിശദീകരിച്ചുവെന്നും മറ്റുള്ള വാർത്തകൾ തെറ്റാണ് എന്നുമാണ് കുഫോസ് വിസി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കുഫോസ് വിസിയെ പുറത്താക്കണമെന്ന ആവശ്യമാണ് മന്ത്രി V ശിവൻകുട്ടി മുന്നോട്ട് വെച്ചത്. വിസിമാരെ ഭീഷണിപ്പെടുത്തിയാണ് ഗവർണർ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത് എന്ന് മന്ത്രി V ശിവൻകുട്ടി വിമർശിച്ചു. അങ്ങനെയൊക്കെ ഈ RSSന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പ്രതിനിധിയാണെങ്കിലും സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത്? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഗവർണർ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം ഇന്നിപ്പോ കേരളത്തിലെ RSSന്റെ പ്രവാചകനും RSSന്റെ തത്വങ്ങൾ പല രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ബഹുമാനപ്പെട്ട ഗവർണർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. R ബിന്ദു തന്നെ നേരിട്ടിടപെട്ടാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം നടത്തിയത്. മുഖ്യമന്ത്രി ഗവർണറെ കണ്ട സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. SFI സമരത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയ സാഹചര്യമൊക്കെ ഉണ്ട്. എന്നിട്ടും വിസി അയയാത്തത് മൂലം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായ പ്രതികരണമാണ് ഇതിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. നമ്മൾ ഇനി